ശ്രീ പ്രശാന്ത് അതെ, ഇപ്പം കൽപ്പാത്തിയിലാണ് രഥോത്സവ വിശേഷങ്ങളൊക്കെയാണ്. പക്ഷേ അത് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ജില്ലാധ്യക്ഷൻ മാത്രമല്ല, ഇത്തവണ സ്ഥാനാർത്ഥി പരിവേഷം കൂടിയുണ്ട്. സീനിയർ നേതാക്കളെ, പ്രത്യേകിച്ച് നിലവിലെ അധ്യക്ഷയെ അടക്കം മാറ്റിയ സാഹചര്യത്തിൽ വെട്ടിനിരത്തൽ വിമർശനവും ഒക്കെയും വന്നിട്ടുണ്ട്. അപ്പം ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങൾ പറഞ്ഞതിൽ 3 കാര്യങ്ങളിൽ തെറ്റുണ്ട്. സ്ഥാനാർത്ഥി പരിവേഷം ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഞാൻ സ്ഥാനാർത്ഥി പരിവേഷം ഉണ്ട് എന്ന് ഞാനും തീരുമാനിച്ചിട്ടില്ല, പാർട്ടിയും തീരുമാനിച്ചിട്ടില്ല. 2, നിലവിലെ ആരും മത്സരിക്കുന്നതിനെക്കുറിച്ച് സ്ഥാനാർത്ഥി പട്ടിക പോലും BJP പുറത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എങ്ങനെയാണ് ആർക്കൊക്കെയാണ് സീറ്റ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. പിന്നെ 2, ഇതിലോട്ട് വരുന്ന സമയത്ത് നിലവിൽ ഇപ്പോൾ യാതൊരുവിധ ആളുകളും മത്സരിക്കുന്നുണ്ടോ എന്നോ മത്സരിക്കുന്നില്ല എന്നോ പറയുവാനായിട്ട് തയ്യാറായിട്ടില്ല. 1-2 ദിവസത്തിനകം തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക എല്ലാം വരും. അത് വരുന്ന സമയത്ത് നമുക്ക് വിശദമായ രീതിയിൽ ജയത്തെ മാനദണ്ഡമാക്കി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് കാഴ്ചവെക്കാൻ കഴിയും. നഗരസഭാ ഭരണം നിലനിർത്തും. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് പാലക്കാട്ടെ നിരവധിയായ ഗ്രാമപഞ്ചായത്തുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിലവിൽ വരും. നിരവധി പഞ്ചായത്തുകളിൽ ശക്തമായ സാന്നിധ്യം BJPക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ തുടങ്ങി എല്ലാവിടെയും ശക്തമായ സാന്നിധ്യമായി ഭാരതീയ ജനതാ പാർട്ടി മാറും.